വിനോദയാത്രയ്ക്കിടെ ചൊവ്വാഴ്ച കാണാതായ കഴിഞ്ഞ ദിവസം മരിച്ച നിലയിൽ കണ്ടെത്തിയ ശ്രീനന്ദയുടെ മൃതദേഹം ഇപ്പോൾ പാലക്കാട് കടമ്പഴിപ്പുറത്തെ വീട്ടിലേക്ക് എത്തിക്കുകയാണ്. അതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ തത്സമയം കാണുന്നത്. ആംബുലൻസുമായി മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസുമായി ഇപ്പോൾ ആംബുലൻസ് ഇപ്പോൾ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. വലിയ ജനാവലി അവസാനമായി ശ്രീനന്ദയെ ഒരു നോക്ക് കാണുന്നതിനായി അവിടെ തടിച്ചുകൂടിയിട്ടുണ്ട്. ചിക്മഗളൂരുവിൽ വിനോദയാത്രയ്ക്കായി പോയതായിരുന്നു ശ്രീനന്ദയും മാതാപിതാക്കളും. 40 അംഗ സംഘമാണ് ആ സ്ഥലത്തു നിന്ന് വിനോദസഞ്ചാര യാത്ര പോയത്. അതിനിടെ 4 ദിവസം മുമ്പ് ശ്രീനന്ദയെ കാണാതാവുകയായിരുന്നു. തുടർന്ന് ആ പ്രദേശമാകെ അരിച്ചുപെറുക്കിയെങ്കിലും ശ്രീനന്ദയെ കണ്ടുകിട്ടിയിരുന്നില്ല. ഇന്നലെയാണ് ശ്രീനന്ദയുടെ മൃതദേഹം 1500 അടി താഴ്ചയിൽ മാണിക്യധാര വെള്ളച്ചാട്ടത്തിന് സമീപമുള്ള വ്യൂ പോയിന്റിന് അവിടെ നിന്ന് ഒരുപക്ഷെ താഴേക്ക് വീണതാകാം എന്നാണ് പോലീസ് പറയുന്നത്. ഇപ്പോൾ വർഷ ഗിരീഷ് ചേരുകയാണ് കടമ്പഴിപ്പുറത്തെ വീട്ടിന് മുന്നിൽ നിന്നും. വർഷ ഗിരീഷ്, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ദിലീപ് കുമാർ, ശ്രീനന്ദയുടെ മൃതദേഹവുമായി ആംബുലൻസ് ഇതാ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ശ്രീനന്ദയുടെ അച്ഛനും അമ്മയും ഒപ്പമുണ്ട്. വളരെ വൈകാരികമായ നിമിഷങ്ങളാണ് നമ്മൾ ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം വളരെ സന്തോഷത്തോടു കൂടി വീട്ടിൽ നിന്നും പോയ കുട്ടിയാണ് ഇപ്പോൾ ചേതനയറ്റ ശരീരമായി വീട്ടിലേക്ക് തിരിച്ചു വരുന്നെന്നുള്ളത് ഉൾക്കൊള്ളാൻ ഇതുവരെ ആർക്കും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇവിടെ എടുത്തു പറയേണ്ട കാര്യം. കാരണം ഇത്തരം ഒരു അവസ്ഥ ഉണ്ടാകുമെന്ന് ആരും പ്രതീക്ഷിച്ചതല്ല. കാരണം നമ്മൾ വിനോദയാത്ര പോകുന്നതെല്ലാം പതിവുള്ള കാര്യമാണ്. സന്തോഷത്തോടുകൂടി പോയി തിരിച്ചു വരാറുമുണ്ട്. പക്ഷേ ഇത്തരം ഒരു അപകടങ്ങൾ ഉണ്ടാകുക എന്ന് പറയുന്നതെല്ലാം വളരെ ദുർബലമായി ഉണ്ടാകുന്നതാണെങ്കിൽ കൂടെ ഇത്തരം ഒരു അവസ്ഥ ഇതുവരെ നേരിടുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം, ഈ ഒരു സങ്കടമെല്ലാം തന്നെ ഇവിടുത്തെ നാട്ടുകാർക്കുണ്ട്. കാരണം അത്ര ചെറു പ്രായത്തിലാണ് ഈ കുട്ടി വിടവാങ്ങുന്നത് എന്നുള്ളതാണ്. വളരെ മിടുക്കിയായ പെൺകുട്ടിയായിരുന്നു. വളരെ കായിക രംഗത്താണെങ്കിലും അതേപോലെ ഈ നൃത്തം, പാട്ട് ഉൾപ്പെടെ വലിയ രീതിയിൽ മികവ് തെളിയിച്ച കുട്ടിയാണ് ശ്രീനന്ദ. അത്തരത്തിലുള്ള നാടിൻ്റെ പ്രിയങ്കരിയായ കുട്ടിയായിരുന്നു. നാട്ടിൽ എന്ത് ഉത്സവമുണ്ടെങ്കിലും പരിപാടികളുണ്ടെങ്കിലും ശ്രീനന്ദയുടെ ഒരു സാന്നിധ്യം അവിടെ, കലാപരമായി ശ്രീനന്ദയുടെ ഒരു സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നാട്ടുകാരെല്ലാം പറയുന്നത്. അത്തരം ഒരു കുട്ടിയുടെ വേർപാട് താങ്ങാൻ കഴിയുന്നതല്ല. സഹപാഠികളാണെങ്കിലും വളരെ വേദനയോടുകൂടിയാണ് ശ്രീനന്ദയെ ഒരു നോക്ക് കാണാൻ വേണ്ടി ഈ വീട്ടിലേക്ക് എത്തിച്ചേരുന്നത്. എന്തായാലും 1 മണിക്കൂർ നേരം പൊതുദർശനം ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ശേഷം 12 മണിയോടുകൂടി തിരുവല്ലാമല പാമ്പാടി ഐവർമഠം ശ്മശാനത്തിലാണ് സംസ്കാരം നടക്കുക. വളരെ ദുഃഖകരമായ കാര്യമാണ് ദിലീപ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശ്രീനന്ദയെ സംബന്ധിച്ചൊരു സഹോദരനാണുള്ളത്. പരീക്ഷയായത് കാരണമാണ് സഹോദരൻ ഈ ഒരു വിനോദയാത്രയ്ക്ക് പോവാതിരുന്നത്. ആ സഹോദരൻ ഇത്ര നേരം ഈ വീട്ടിൽ ശ്രീനന്ദയുടെ വരവിനായി കാത്തിരിക്കുകയായിരുന്നു. ഇത്തരം ഒരു വരവായിരിക്കും ശ്രീനന്ദ ഇങ്ങനെയായിരിക്കും വരുന്നത് എന്നുള്ള കാര്യം എന്തായാലും ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ കാണുന്നത് വലിയ ജനക്കൂട്ടമാണ്. ശ്രീനന്ദയെ കാണാൻ വേണ്ടി രാവിലെ മുതൽ പ്രദേശത്ത് തടിച്ചുകൂടിയവരാണ് ഈ കാണുന്നവരെല്ലാം. ഒരുപാട് സ്ത്രീകളും പുരുഷന്മാരും നിരവധി പേർ ഇവിടെ രാവിലെയോട് കൂടി തന്നെ എത്തിയിരുന്നു. ശ്രീനന്ദയുടെ മൃതദേഹം ഇപ്പോൾ ഇവിടെ എത്തിയത് 11 മണിയോട് കൂടിയാണ്. ഇന്നലെ 11:30 ചിക്കമാംഗ്ലൂരിൽ നിന്നും പുറപ്പെട്ടിരുന്നു. ആ നേരം മുതൽ തന്നെ രാത്രിയോട് കൂടി തന്നെ നിരവധി പേർ വീടിന് സമീപത്തെല്ലാമായി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അയൽവാസികളിൽ നിന്നെല്ലാം അറിയാൻ കഴിഞ്ഞത്. കാരണം നാടിനെ ഞെട്ടിച്ച അത്ര വലിയ ഒരു സംഭവമാണ് കഴിഞ്ഞു പോയത്. ഈ ശ്രീനന്ദയ്ക്കായുള്ള തിരച്ചിൽ പുരോഗമിച്ച 4 ദിവസവും നാട്ടുകാരും സുഹൃത്തുക്കളും എല്ലാം വലിയ പ്രാർത്ഥനയിലായിരുന്നു. ശ്രീനന്ദ ജീവനോട് കൂടി തിരിച്ചു വരണമെന്നുള്ളതായിരുന്നു എല്ലാവരുടെയും പ്രാർത്ഥന. എന്നാൽ ഇന്നലെയോട് കൂടി ആ ഒരു പ്രാർത്ഥനയ്ക്ക് ഫലം കണ്ടില്ല എന്നുള്ളതാണ് ഈ നാട്ടുകാരെ സംബന്ധിച്ച് ഏറ്റവും വേദന നൽകുന്ന കാര്യം. ആ പൊന്നുമോൾ ജീവനോട് കൂടി സന്തോഷത്തോടു കൂടി വീട്ടിലേക്ക് തിരിച്ചു വരുന്നത് കാണാനായിരുന്നു നാട്ടുകാരെല്ലാം ആഗ്രഹിച്ചിരുന്നത്, ബന്ധുക്കളെല്ലാം ആഗ്രഹിച്ചിരുന്നത്. എന്നാൽ അങ്ങനെ ഒരു രംഗം ഉണ്ടായില്ല. പകരം ചേതനയേറ്റ ശരീരമായാണ് ഇവിടേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് എന്നുള്ളതാണ്. ഇനി കുറച്ചു നേരം ഇവിടെ ശ്രീനന്ദയുടെ മൃതദേഹം പൊതുദർശനം ശേഷമായിരിക്കും സംസ്കാരം നടക്കുക. എന്തായാലും ഈ വളരെ മാതാപിതാക്കളെ സംബന്ധിച്ചാണെങ്കിലും നമ്മൾ കണ്ട
കണ്ടതാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ അവർ വലിയ രീതിയിൽ തിരച്ചിലിനായി ഊണും ഉറക്കവും ഇല്ലാതെ പ്രാർത്ഥനയോട് കൂടിയായിരുന്നു അച്ഛനെല്ലാം സംസാരിച്ചപ്പോൾ കണ്ടതാണ്. അവരുടെ ഇപ്പോഴും ദുരൂഹതയുണ്ടെന്നുള്ള കാര്യം പറയുന്നുണ്ടെങ്കിൽ കൂടി പോലീസ് അന്വേഷണത്തിലെല്ലാം അവർ തൃപ്തരാണ് എന്നുള്ള കാര്യവും വ്യക്തമാക്കുന്നുണ്ട്. നഷ്ടപ്പെട്ടത് തങ്ങൾക്ക് മാത്രമാണ് എന്നുള്ളതാണ് മാതാപിതാക്കൾ പറയുന്നത്. ഇനൊരിക്കലും തിരിച്ചു കിട്ടാത്ത ഒരു വേദനയാണ് മാതാപിതാക്കൾക്കുള്ളത്. എന്തായാലും അല്പസമയം ഇവിടെ പൊതുദർശനം ഉണ്ടാകും. ദിലീപ്, ശേഷമായിരിക്കും സംസ്കാരം നടക്കുക. കടമ്പഴിപ്പുറത്തെ വീട്ടിലേക്ക് വൻ ജനാവലിയാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. അവിടെ ശ്രീനന്ദയ്ക്ക് അവസാനമായി ആദരാഞ്ജലി അർപ്പിക്കുന്നതിനായി എത്തിയിട്ടുള്ള വലിയ ജനക്കൂട്ടം. ഇപ്പോഴും ജനങ്ങൾ അവിടേക്ക് പ്രവഹിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ വീട്ടിൽ നിന്നാണ് ശ്രീനന്ദയും മാതാപിതാക്കളും ഏതാനും ദിവസം മുമ്പ് വിനോദയാത്രയ്ക്കായി പുറപ്പെട്ടത്. 40 അംഗ സംഘമായിരുന്നു ആ സ്ഥലത്തു നിന്ന് കർണാടകയിലേക്ക് വിനോദയാത്ര പുറപ്പെട്ടിരുന്നത്. ഇപ്പോൾ ശ്രീനന്ദയുടെ ചേതനയേറ്റ മൃതശരീരമാണ് ആ വീട്ടിലേക്ക് തിരികെ ആംബുലൻസിൽ കൊണ്ടുവന്നിരിക്കുന്നത്. പശ്ചിമഘട്ടത്തിലെ ചിക്മംഗളൂരുവിൽ പശ്ചിമഘട്ടത്തിലെ അവിടെയുള്ള മാണിക്യധാര വെള്ളച്ചാട്ടത്തിന് സമീപമുള്ള വ്യൂ പോയിന്റിൽ നിന്ന് താഴേക്ക് വീണതാകാം എന്നാണ് കർണാടക പോലീസ് ഇപ്പോൾ ഈ മരണവുമായി ബന്ധപ്പെട്ട് അവർ പറയുന്നത്. അവരുടെ വിശദീകരണം അങ്ങനെയാണ്. എന്നാൽ കുടുംബം ഈ മരണത്തിൽ ദുരൂഹത ആരോപിക്കുന്നുണ്ട്. ഇക്കാര്യത്തിൽ വിശദമായ അന്വേഷണം വേണം എന്നാണ് കുടുംബം പറയുന്നത്. ഇപ്പോൾ പാലക്കാട് കടമ്പഴിപ്പുറത്തെ ശ്രീനന്ദയുടെ വീട്ടിൽ അവിടെ ശ്രീനന്ദയുടെ ചേതനയേറ്റ ശരീരം അവിടെ എത്തിച്ചിരിക്കുകയാണ്. അന്ത്യാഞ്ജലി അർപ്പിക്കുന്നതിനായി ആയിരങ്ങൾ അവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ആയിരങ്ങൾ ഇതിനകം തന്നെ രാവിലെ മുതൽ തന്നെ ഈ വീട്ടിൽ കടമ്പഴിപ്പുറത്തെ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോഴും ജനപ്രവാഹം തുടരുകയാണ്. ശ്രീനന്ദയുടെ മൃതദേഹം ഐവർ മഠത്തിൽ സംസ്കരിക്കും. ഇപ്പോൾ വീട്ടിൽ പൊതുദർശനത്തിനായി മൃതദേഹം അവിടെ ജനങ്ങൾക്ക് ആദരാഞ്ജലി അർപ്പിക്കുന്നതിന്, ഉറ്റവർക്കും ഉടയവർക്കും നാട്ടുകാർക്കുമൊക്കെ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതിനായി ആ മൃതദേഹം വീടിന് മുന്നിൽ ഇപ്പോഴുണ്ട്. അല്പസമയം മുമ്പാണ് ചിക്കമംഗളൂരുവിൽ നിന്ന് മൃതദേഹം പാലക്കാട് കടമ്പഴിപ്പുറത്തെ ഈ വീട്ടിലേക്ക് എത്തിച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.